ഹായ്, നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ബിജൂസ് ഫാമിലി വ്ളോഗ്സാണ്. ഒന്നാമത്തെ ചോദ്യം, യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. അറിയാതെ കിട്ടിയൊരു ചാനലാണ്. പിന്നെ തുടങ്ങാൻ കാരണമൊക്കെ ഉണ്ടായിരുന്നു. തന്നെ അത് വീഡിയോ ഇടാനുള്ളൊരു ധൈര്യമൊക്കെ കിട്ടി. പിന്നെ ഇപ്പോൾ നല്ല നല്ല ഷോർട്സ് വീഡിയോസ് ചെയ്യാറുണ്ടല്ലോ, എന്താണ് എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ ആരും അഭിപ്രായം അറിയില്ല. അതിന് മുന്നേ കുറച്ച് മുന്നേ വരെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പം ആരും ഒന്നും പറയലില്ല കേട്ടോ. എന്താണ് ചാനൽ കാണൽ നിർത്തിയതാണോ അതോ എന്താണെന്നറിയില്ല കേട്ടോ. പിന്നെ യൂട്യൂബ് തുടങ്ങാം എന്നുള്ള തീരുമാനം ആരാണ് എടുത്തത്? വീഡിയോ ഇടാന്ന് മക്കൾ തന്നെയാണ് കേട്ടോ വീഡിയോ ഇടാന്ന് പറഞ്ഞത്. അതായത് വീഡിയോ ഇട്ട് തരാമെന്ന്, വീഡിയോ ഇട്ടോളാൻ പറഞ്ഞത് ആളുമാണ്. അപ്പോൾ എനിക്ക് അതിലൊരു പങ്കുമില്ല. ആദ്യത്തെ വീഡിയോ എടുത്തു എന്ന് മാത്രമേ കേട്ടോ എനിക്ക് പങ്കുള്ളൂ. ഒരുപാട് പ്രതിസന്ധികൾ മുന്നിലുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തീരുമാനമെടുത്തു? ചാനലിൻ്റെ കാര്യത്തിലേക്ക് പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ടായതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല എന്നറിയാം. പിന്നെ ഇപ്പോൾ ഒരുപാട് നല്ല ഷോർട്സ് വീഡിയോസ് ചെയ്യാറുണ്ടല്ലോ, ഇതിനുള്ള പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം എല്ലാവരും ജീവിതത്തിൽ അഭിനയിക്കുകയല്ലേ, അപ്പോൾ നമ്മളും കൂടി അവിടെ അതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. യൂട്യൂബ് വരുമാനം ലഭിച്ചാൽ എന്തൊക്കെ ചെയ്യും ചോദിക്കുന്നുണ്ട്. വലിയ പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. പ്ലാനിങ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ യാത്ര ചെയ്യേണ്ട കാര്യം തന്നെ ഉള്ളൂ. വലിയ ദൂരമുള്ള സ്ഥലങ്ങളിലേക്കൊന്നല്ല, നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്ന ഇതറിയുമ്പോൾ പോകാൻ കഴിയണം, അങ്ങനെയുള്ള യാത്രകളാണ് എനിക്ക് വേണ്ടുള്ളൂ. വേറെ പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. ഏത് കാലത്താണ് നല്ല വരുമാനം കിട്ടുകയെന്നറിയില്ല. യൂട്യൂബ് വരുമാനം ലഭിച്ചാൽ എന്തൊക്കെ ചെയ്യും? വലിയ പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്ലാനിങ് പറഞ്ഞാൽ യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഇന്നത് ഉണ്ടാക്കണം, കുറേ ഇത് എന്തെങ്കിലും വാങ്ങണം, അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല, പ്ലാനിങ് ഒന്നുമില്ല. യൂട്യൂബ് ഫാമിലിയിൽ വന്നതിന് ശേഷം ഉണ്ടായ നല്ലൊരു സംഭവം പറഞ്ഞാൽ, അപ്പോൾ അടുത്ത് ഹോമിയോപ്പതിയിലേക്ക് പോയി. ഞാൻ തീരെ വയ്യാതൊക്കെ പോയതാണ് കേട്ടോ. ഇത് 3 സിസേറിയനൊക്കെ കഴിഞ്ഞ 2 സിസേറിയനും പിന്നെ ഒരു ഓപ്പറേഷനും കഴിഞ്ഞ ആളുകൊണ്ട് ബാക്ക് പെയിൻ വല്ലാതെ ഉണ്ട്. അപ്പോൾ വല്ലാതെ കൂടിയ സമയത്ത് ഞാൻ ഹോമിയോപ്പതിയിൽ കാണിക്കാൻ പോയപ്പോൾ അവിടെ ഒരു താത്ത ആദ്യം പറഞ്ഞു, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു ഇത് യൂട്യൂബറാണ്. പിന്നെ അവിടെ വരുന്നവർക്ക് മുഴുവൻ എന്നെ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് വയ്യാതെ ഇരിക്കുകയെന്ന് വെച്ചാലും അത് നമ്മളെ ഇവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് ഒത്തിരി ഡീസൻ്റായിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞ് വേദനയൊക്കെ കടിച്ചമർത്തി ഇരുന്നിട്ടാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് പേര് അങ്ങനെ അറിയാമെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം വന്നു. പിന്നെ എന്താ പറയുക, വരുവോളം അവരിങ്ങനെ ആരാ വരുന്നത് വെച്ചാൽ അവരോട് ഇങ്ങനെ ഇത് യൂട്യൂബറാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ നല്ലൊരു സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറൊരു അനുഭവമൊക്കെയില്ല കേട്ടോ. പിന്നെ അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ആ ഒരു ദിവസം ആ ഒരു സമയം ഞാൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവും, മറക്കാതെ. അത് നല്ലൊരു സന്തോഷമുള്ള ഒരു ഫസ്റ്റത്തെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഉള്ള സന്തോഷം ഉള്ള കാര്യമായിട്ട് ഞാനത് മനസ്സിൽ സൂക്ഷിക്കും. പിന്നെ മോശം സംഭവം പറഞ്ഞ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അതൊന്നും എൻ്റെ മനസ്സിലില്ല. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഓർക്കുകയല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. മോശം അനുഭവങ്ങളൊക്കെ അതൊക്കെ ഒരു സൈഡിൽ കൂടെ വന്നങ്ങനെ പോകും, അത്രയേ ഉള്ളൂ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ വേറെ ചാനലുകാർ, ഇങ്ങനെ വലിയ ചാനലുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്ഥിരം ഒരേ ഇതിലുള്ള ടൈപ്പിലുള്ള വീഡിയോസ് ഇട്ടാൽ നമ്മൾ കയറിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. സംഗതി ശരിയാണ്. പക്ഷേ എനിക്ക് അതിന് മാത്രം കഴിവില്ലാത്തത് കൊണ്ട് നമുക്കൊരു വിഷയത്തിൽ തന്നെ പിടിച്ച് ദിവസം വീഡിയോ ഇട്ട് പോകാനുള്ളൊരു കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി വീഡിയോകൾ ഇടാനും ഒരു കഴിവാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം.
പിന്നെ ഓരോരുത്തരുടെ ചാനലിൽ നമ്മുടെ ചാനൽ ഇപ്പം എൻ്റെ ചാനലിൽ എങ്ങനത്തെ വീഡിയോസ് ഇടണം എന്നൊക്കെ തീരുമാനിക്കണേ ഞാനാണ്. എൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെ ചാനലിലും. അപ്പോൾ അത് വേറൊരാൾ പറഞ്ഞ് അതുപോലെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരാളെ അനുകരിച്ചുകൊണ്ട് പോകണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. യൂട്യൂബിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ചാനലിൽ കൊണ്ടുപോകാം. പിന്നെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ക്യാമറ കൊണ്ട് നടക്കലൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, എനിക്ക് പറ്റിയ പണിയല്ല കേട്ടോ. ചെയ്യുന്നവരുണ്ടാവും, അതിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. ഒരു ഡേ ഇൻ മൈ ലൈഫ് ദിവസം ചെയ്തുകൊണ്ട് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെ കൊണ്ട് അതൊന്നും സാധിക്കില്ല കേട്ടോ. ഒന്നാമത് എൻ്റെ സ്റ്റാൻഡൊക്കെ പൊട്ടിയിട്ട് ഞാനിപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കണത്. പിന്നെ എനിക്ക് അങ്ങനെ ദിവസം ഇട്ടിട്ട് പോകാനൊരു താല്പര്യമില്ല കേട്ടോ, അത് വേറെ കാര്യം. പറ്റുമ്പോൾ ഞാൻ വീഡിയോ ഇടും, ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടും, അത്രേ ഉള്ളൂ. ഫുള്ളായിട്ട് ആർക്കെങ്കിലും ഇടാൻ പറ്റുമോ? ആർക്കും ഇടാൻ പറ്റില്ല വീഡിയോ. പിന്നെ അപ്പോൾ നമ്മൾ ഈ പാർട്ടൊക്കെ ആയിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടുക എന്നല്ലാതെ ഫുള്ളായിട്ടൊന്നും ഇടാൻ പറ്റില്ല. ഒരാൾക്ക് ഡേ ഇൻ മൈ ലൈഫ് പകലും ഇത് ക്യാമറയും കൊണ്ട് ഇങ്ങനെ നമ്മുടെ പണികളെടുക്കുമ്പോൾ ഒക്കെ ക്യാമറയും കൊണ്ട് നടക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. ചെയ്യണവർക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുമ്പോൾ വീഡിയോ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ചിട്ടുള്ളത് കണ്ണാപ്പിമേൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് പറയും. യാത്ര, അതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കുറേ പൈസ ഒക്കെ കിട്ടിയ ഒന്ന് ലെവലായി. അപ്പോൾ അത്യാവശ്യം നമുക്ക് കഴിയാനുള്ള പൈസയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് എങ്ങോട്ടും ചാടി പുറപ്പെടാനുള്ളൊരു ഇതൊന്നുമില്ല കേട്ടോ. അതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ കഴിയണം. പിന്നെ കപ്പിൾസ് MP ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് യൂട്യൂബിലൊരു കൂട്ടുകാരിയാണേ. അപ്പോൾ നിങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു തോന്നുന്നു. എൻ്റെ വീട്ടിലാവുമ്പോൾ ഞാൻ 21ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അതുവരെ ഞാൻ +2 കഴിഞ്ഞിട്ട് +2 സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായിട്ടോ. 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരുന്നിട്ട് സെക്കൻഡ് ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ എനിക്ക് +2 പഠിക്കണം തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛൻ വലിച്ചു കൊണ്ടുപോയി എന്നെ +2 ചേർക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പഠിക്കില്ല. അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പറയാം സയൻസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സയൻസിലുണ്ടല്ലോ മാത്സ്, ബയോളജി, കെമിസ്ട്രി ലാബുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആർക്കാർക്കും സയൻസ് കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് മാത്രം സയൻസ്, എൻ്റെ അതുവരെയുള്ള അതിൽ എനിക്കാണ് സയൻസിൽ അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ ഞാൻ സയൻസ് പഠിച്ചു, സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. അത് പാസ്സാകുമെന്നും കൂടി വിചാരിച്ചിട്ടില്ല. പക്ഷേ റിസൾട്ട് കണ്ടിട്ട് നമ്മൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എങ്ങനെ കിട്ടിയെന്നറിയില്ല, പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യമൊക്കെ പഠിച്ചായിരുന്നു. അതിനായിട്ട് മെനക്കെട്ടിരുന്നിട്ടില്ല. പക്ഷെ അത്യാവശ്യം തലയിൽ എന്തൊക്കെ ഉള്ളതും കൊണ്ട് നല്ല മാർക്കോടുകൂടി പാസ്സായി പോന്നു, സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി പോന്നു. പിന്നെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കഴിഞ്ഞില്ല. കാരണം ചേച്ചിമാരും +2 നല്ല മാർക്കോടെ കൂടെ പാസ്സായി. പിന്നെ അനിയുണ്ട് താഴെ. എല്ലാവർക്കും പഠിക്കണം, എല്ലാവർക്കും ജോലി വേണം. അപ്പോൾ പിന്നെ ചേച്ചിമാരെ നഴ്സിംഗാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നഴ്സിംഗ് ചേർത്തിയപ്പോൾ നല്ല ഇത് പറഞ്ഞു, ഫീസൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ സ്വപ്നം പോയി കണ്ടപ്പോൾ ഇക്കും വേണ്ടെന്നായി. അങ്ങനെ അതൊക്കെ ആ മോഹങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ട്യൂഷൻ ടീച്ചർ, ലൈബ്രറിയൻ, അഗ്രികൾച്ചറിൻ്റെ ഇതിൽ, പിന്നെ സെയിൽസ് ഗേള്, പിന്നെ ഓർമ്മല്ല എന്തായാലും ഞാൻ എൻ്റെ കല്യാണം വരെ വീട്ടിൽ വെറുതെ ഇല്ല കേട്ടോ. അത്രയും നമ്മൾ നേരം പോക്കിനായാലും ഇപ്പോൾ വീട്ടിൽ അച്ഛനെ സഹായിക്കാനായാലും ഞാൻ വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല. വീട്ടിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇപ്പം അതിന് തയ്യാറാണ്. പക്ഷേ മക്കൾ ഒരു കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ എന്തായാലും വരുമാനം ഉണ്ടാക്കിയെടുക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ അതുവരെ പറഞ്ഞില്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിതാ വേറെ വീട് വെച്ച് താമസിക്കുന്നു. ഹസ്ബൻഡ് നമുക്ക് സാധാ പണിയാണ് കേട്ടോ, കൂലിപ്പണിയൊക്കെയാണ്. പിന്നെ എന്താ പറയുക, മക്കൾ ഒരാൾ 10ാം ക്ലാസ് ഇപ്പോൾ പരീക്ഷ എഴുതി നിൽക്കുന്നു. രണ്ടാമത്തെ ആൾ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് ആവണു. റിസൾട്ട് അറിഞ്ഞിട്ടില്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് ആവും, അത്യാവശ്യം കുഴപ്പമില്ല.
പഠിക്കാനൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അത്യാവശ്യം തുന്നൊക്കെ ചെയ്യട്ടോ, തയ്യലൊക്കെ അറിയാം. ഇപ്പോഴും കയ്യിൽ ഓരോന്നുണ്ട്, പക്ഷെ മെഷീൻ ഇരിക്കാൻ വയ്യ. തുന്നാൻ ഇപ്പോൾ വയ്ക്കുന്നില്ല. അപ്പോൾ മോട്ടറൊക്കെ വാങ്ങിയിരുന്നു, 2 മോട്ടറും കേടുന്ന് വലിച്ചു തന്നു കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ. അതിന് ശേഷം ഞാൻ ആ പരിപാടി നിർത്തിയതാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ തുന്നുന്ന തന്നെ ഉള്ളൂ. പിന്നെന്താ, വീട്ടിലിരിക്കുക, ടി വി കാണുക, യൂട്യൂബിൽ വീഡിയോകൾ ഉണ്ടാക്കുക, അപ്ലോഡ് ചെയ്യുക, ടാസ്ക് ചെയ്യുക, ടാസ്ക് ഗ്രൂപ്പുകൾ നോക്കാനുണ്ട്, അത് നോക്കും, അത്രയ്ക്ക് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ബിസിയാണ്. ഇപ്പോൾ യൂട്യൂബ് കയ്യിൽ കിട്ടിയപ്പോൾ നമുക്ക് ഒന്നും ചിന്തിക്കാനുള്ള നേരമില്ല. ചിന്തനം എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുക, അതൊക്കെ ഒരു സെക്കൻഡിൽ തോന്നണതാണ് കേട്ടോ. അതപ്പം അങ്ങോട്ട് തോന്നുമ്പോൾ ഇടുന്നേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ഷമീർ മുണ്ടെത്ത് കേട്ടോ, വീട്ടിൽ ആരൊക്കെയുണ്ട്, പ്ലേസ് എവിടെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു. പ്ലേസ് പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിലെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ് ഞങ്ങളുടെ സ്ഥലം കേട്ടോ, ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ വീട്ടിൽ ഹസ്ബൻഡ്, മക്കൾ ഒക്കെ ഉണ്ട്. മക്കൾ ഇതാ പഠിക്കുന്ന പ്രായമാണ്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു കമ്മ്യൂണിറ്റി പോസ്റ്റും കൂടി ഇട്ടിരുന്നു കേട്ടോ. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ, ഇതിപ്പോൾ ചോദ്യം ചോദിക്കുന്നവർക്ക് മാത്രമുള്ള വീഡിയോ അല്ല കേട്ടോ, എല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. നമ്മളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. പിന്നെ റേസൽ വേൾഡ് ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബിലെ കൂട്ടുകാരിയാണ് കേട്ടോ. യൂട്യൂബിനെ എങ്ങനെ നോക്കിക്കാണുന്നു ചോദിച്ചാൽ ഭയങ്കര സേഫാണ് യൂട്യൂബ് കേട്ടോ. നമ്മളെ സേഫ്റ്റി നല്ല പ്രധാനമാണ് യൂട്യൂബിന്. നമുക്ക് അത്രയും സേഫ്റ്റി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ. നമ്മൾ ഉപയോഗിക്കുന്നിടത്താണ് കേട്ടോ, നമ്മൾ കൈകാര്യം ചെയ്യുന്നിടത്താണ് അത് അപകടകരമാണ്. നമ്മൾ നല്ലപോലെ ഉപയോഗിച്ച് പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് എന്നും കൂടെ ഉണ്ടാവും. യൂട്യൂബിൽ കൂടി സിനിമയിൽ അവസരം കിട്ടിയാൽ പോകുമ്പോൾ, അയ്യോ ഞാൻ ഈ ചോദ്യം കണ്ട് ചിരിച്ച് ചത്തുന്ന, അതിനുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിങ്ങനെ ഓരോ ഷോർട്ടും റീൽസൊക്കെ ഇട്ടിട്ട് പോയാൽ മതി, അതിനുള്ളത് തന്നെ ഉള്ളൂ. അങ്ങനെ ഇട്ടിട്ട് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര സന്തോഷം, ഹാപ്പി. ഇൻകം കിട്ടിത്തുടങ്ങിയോ? ഇല്ല കേട്ടോ, കിട്ടാനാവണേ ഉള്ളൂ. അതിന് വേണ്ടി ശ്രമിച്ചിങ്ങനെ എത്താനാവണുണ്ട്. അധികം താമസിയാതെ എത്തുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ അജിത ദിൽ സ്ക്വയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിലെ കൂട്ടുകാരിയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നാണ് തീരുമാനിച്ചത്? ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു, അറിയാതെ കാലുതെറ്റി പോകുന്നു. പിന്നെ ഞാനത് മുറുകെ പിടിക്കാൻ കാരണം നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന അത്രയും ചീപ്പ് കമൻസ് എനിക്കിവിടെ കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാനത് മുറുകെ പിടിക്കാൻ കാരണം അത് ഉയർത്തി ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരോടുള്ള വാശിക്കാണ്. ഞാൻ ഈ ചാനലിൻ്റെ കാര്യത്തിൽ എന്തിനും ഞാൻ അവരോടാണ് നന്ദിയും കടപ്പാട് മുഴുവൊക്കെ അവരോടാണ്. പിന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളവിടെ എല്ലാവരോടും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ മിനിയേച്ചർ വീഡിയോ ചെയ്യുന്നില്ലേ? മിനിയേച്ചർ വീഡിയോ ചെയ്യാത്തത് എന്താണെന്നറിയോ? ചെയ്യാൻ ആഗ്രഹമുണ്ട്. അമ്മുൻ്റെ മിനിയേച്ചറിൻ്റെ വീഡിയോ പാത്രങ്ങൾ എവിടെയെന്ന് അറിയുന്നില്ല. ഒന്ന് ഫ്രിഡ്ജിൻ്റെ അടിയിലാണ്, ഒന്ന് കട്ടിൻ്റെ അടിയിലാണ്, ഒന്ന് മുറ്റത്താണ്, ഒന്ന് അടുക്കളയിലാണ്. അങ്ങനെയാണ്. ഒക്കെ തപ്പിപ്പെറുക്കി എന്ന് കിട്ടണോ അന്ന് ഒരു മിനിയേച്ചർ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, സ്കൂൾ തുറക്കണതിൻ്റെ മുന്നേ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ വല്ല പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എൻ്റെ ഫാമിലി ആയാലും യൂട്യൂബിൽ നിന്നായാലും. പിന്നെ ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചീപ്പ് കമൻസ്, പിന്നെ എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്തതൊക്കെ. ഏതായാലും എല്ലാവരും ഇല്ല കേട്ടോ, അത് ആരൊക്കെ പറഞ്ഞത് അവർക്കറിയും, ഊഹിച്ചാൽ അറിയാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നവരെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, എവിടെ പോയാലും യൂട്യൂബിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ഇവിടെ എത്തിയത് ഇന്നെ മാത്രം കഴിവല്ല കേട്ടോ, എൻ്റെ മക്കൾ കൂടെ ഉണ്ട്. അതിനിപ്പോൾ 10ാം ക്ലാസ് ആയപ്പോൾ ഒന്ന് ബാക്കിലായപ്പോൾ അവൾക്ക് മടി പിടിച്ചു കേട്ടോ. അപ്പോൾ വലിയ ഉഷാറൊന്നുമില്ല ചാനലിൻ്റെ കാര്യത്തിൽ. വീഡിയോ എടുത്തു തരാമെന്നൊക്കെ പറയും. പിന്നെ സെൽഫി സ്റ്റിക്ക് ഉണ്ടാവും കൊണ്ടേ ഞാൻ അങ്ങോട്ട് ഇരിക്കും, ഞാൻ സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ പിന്നെ ക്യാമറ ഇളകുക, കൈ കടയുക എന്നുള്ള പരിപാടിയൊന്നുമില്ലല്ലോ, പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പോൾ അതവിടെ വെച്ചാൽ അങ്ങനെ ഇരുന്നോളുമല്ലോ. അങ്ങനെയാണ് ഞാൻ എല്ലാ വീഡിയോസും ഇപ്പോൾ എടുക്കൽ. പിന്നെ അമ്മൂന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അമ്മൂനെ ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആൾക്കും നല്ല ഇൻട്രസ്റ്റാണ് ചാനൽ മുന്നോട്ട് പോകണം, നിർത്താൻ എന്നോട് ഒരിക്കലും പറയില്ല. പിന്നെ എന്നോട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മൂപ്പരോട് വാങ്ങി വയ്ക്കാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. വേറെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോകുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, അവരോടൊക്കെ
എന്നോട് എനിക്ക് നന്ദി തന്നെ ഉള്ളൂ. കാരണം അവരോടൊക്കെ ഈ നെഗറ്റീവ് കിട്ടിയവരോട് നിന്നൊക്കെയുള്ള പോസിറ്റീവ് എനർജി ആണ് ഞാൻ എടുത്തത്. ഞാൻ നെഗറ്റീവ് അല്ല എടുത്തത്, ഞാൻ അതിൽ നിന്നൊക്കെ എടുത്തത് പോസിറ്റീവാണ്. അതിൻ്റെ മനസ്സിൽ കൂട്ടി വെച്ച് ഞാൻ ഇത്രയും അങ്ങോട്ട് വലുതാക്കി എടുത്തു ചാനൽ. ഇനിയും വലുതാവാനുണ്ട്, ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ആവണേ ഉള്ളൂ. ഇനി നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തുടർന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു.